നീ എന്നെ സമർത്ഥമായി ചതിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. ഏതറ്റം വരെ പോകുമെന്നറിയാൻ ഞാൻ കാത്തിരുന്നതാ. ഞാനെല്ലാം ഏറ്റു പറഞ്ഞതല്ലേ സാർ. വലിയ പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാനാണ് അർച്ചനയെ കൊണ്ട് ആലീസിന്റെ വേഷം കെട്ടിക്കേണ്ടി വന്നത്. ഞാനത് സാറിനോട് പറഞ്ഞില്ലെങ്കിലും എപ്പോഴായാലും പിടിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കുഞ്ഞിനു വേണ്ടി അർച്ചന രംഗത്തിറങ്ങിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഇന്നത്തെ അവസ്ഥ? അർച്ചനയെ വിശ്വസിക്കാമെന്ന് എനിക്ക് തോന്നി. അവൾ എനിക്കും സാറിനും തന്ന വാക്ക് പാലിക്കും. വലിയൊരു പ്രശ്നത്തിനല്ലേ സാർ ഇപ്പൊ പരിഹാരം ഉണ്ടായിരിക്കുന്നത്. ഞാനത് നിഷേധിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്റെ മുന്നിൽ നീ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. അന്ന് ഈ വിവരം സാറിനോട് പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ആരും അറിയാതെ സാർ അർച്ചനയെ ഇല്ലാതാക്കുമായിരുന്നു. പിന്നിലോട്ട് ചിന്തിക്കുമ്പോൾ ചെയ്തത് വലിയ ക്രൂരതയാണെന്ന് സാറിന് തന്നെ തോന്നും. സാറിന്റെ മുന്നിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം അതാ. അന്ന് ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആയിക്കോട്ടെ, പക്ഷേ സ്തുതി വരുന്നതിന് മുമ്പ് അർച്ചന റോസറി ബംഗ്ലാവ് വിട്ടിരിക്കണം. ഇനിയും സാർ അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. അവൾ നമ്മളെ ആരെയും ചതിക്കില്ല. അർച്ചനയെ എനിക്ക് നന്നായിട്ട് അറിയാം. സുധിയെ അകറ്റി നിർത്തിയത് അർച്ചനയാ. അതിന്റെ പങ്ക് വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല സാർ. ഒരു കാലത്തും സുധിയുടെ മുന്നിൽ അർച്ചന ചെന്ന് നിൽക്കില്ല. സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള മോഹം കൊണ്ട് അടുക്കള പണി വരെ എടുത്ത് അവൾ ആ വീട്ടിൽ നിൽക്കുന്നത്. കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ സുധി ഉടനെ വരുമൊന്നും ഇല്ലെന്നൊക്കെ കേൾക്കുന്നു. അതാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഒരറിയിപ്പുമില്ലാതെ അവൻ കയറി വന്നാൽ ഇതുവരെ ചെയ്തേക്ക് വെറുതെ ആവില്ലേ? ഇനി അവിടെ നിന്ന് പോകണമെന്ന് അർച്ചനയോട് പറയാൻ എനിക്ക് കഴിയില്ല. ഫൈസി അവിടെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കണം. അവൾക്ക് ഇന്റർവ്യൂ കാർഡ് വന്നെന്നൊക്കെ കേൾക്കുന്നു. ഇതാണ് ശരിക്കുമുള്ള അവസരം. ഞാൻ അവളോട് സംസാരിക്കാം സാർ. അർച്ചനയുടെ കാര്യത്തിൽ ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടാവില്ല. എല്ലാം ഞാൻ ഫൈസിക്ക് വിട്ടുതരികയാണ്. ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ നോക്കേണ്ട ബാധ്യത ഇനി ഫൈസിക്ക് മാത്രമാണ്. എന്താ മാഡം, സുഖമില്ലേ? ഒരു കോൾഡിന്റെ ലക്ഷണമെന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് ഇതാദ്യോ? ആനി വിളിച്ചിരുന്നു. വിശേഷം വല്ലതും ഉണ്ടോ? അത് പിന്നെ മറ്റന്നാള് അപ്പച്ചനെ ചെക്കപ്പിന് കൊണ്ടുപോണ്ട ദിവസം. അത് ഓർമ്മപ്പെടുത്താനാണ് അവളെ വിളിച്ചത്. ചെറിയപ്പൻ കൂടുണ്ടാവില്ലേ? ചെറിയപ്പൻ്റെ മോള് ബാംഗ്ലൂർ നഴ്സിങ്ങിന് പഠിക്കുക. അവളെ കൂട്ടിക്കൊണ്ടുപോരാൻ ഇന്നലെ ചെറിയപ്പൻ പോയി. അപ്പോ ഇത്തവണ അപ്പച്ചനെ കൊണ്ടുപോവാൻ വേറെ ആരുമില്ല. അപ്പൊ ആലിസിന് പോണമല്ലേ? അല്ലാതെ എന്ത് ചെയ്യും മാഡം? രാവിലെ എനിക്ക് പോണം. മറ്റന്നാൾ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പിറ്റേന്ന് രാവിലെ മടങ്ങി വരാം. എന്നെ നാളെ തന്നെ ആലിസ് പോയിക്കോ. ശരി മാഡം. പിന്നെ ഓപ്പറേഷൻ വേണ്ടിവരുന്ന ഡോക്ടർ പറഞ്ഞ എല്ലാം തയ്യാറാണെന്ന് പറയണം. പണത്തിന്റെ കാര്യം ഓർത്ത് ആലിസ് വിഷമിക്കണ്ട. മോൻ ഉറങ്ങിയായിരുന്നു? ഇപ്പൊ ഉറങ്ങിയേ ഉള്ളൂ. എപ്പോഴേ ഇനി ഉണർന്ന് കരച്ചിൽ തുടങ്ങുന്നതെന്ന് അറിയത്തില്ല. എന്റെ തുമ്മലൊന്ന് മാറുമോ നോക്കട്ടെ. മോനെ ഇന്ന് ആലീസിന്റെ കൂടെ കിടത്തിയാൽ മതി. അവനൂടെ കോൾഡ് പിടിച്ച പിന്നത്തെ അവസ്ഥ ആലോചിക്കാൻ കൂടെ വയ്യ. അത് സൂക്ഷിക്കണം. കോൾഡ് വന്നാ അത് പിന്നെ കഫക്കെട്ടായിട്ട് മാറും. എന്നാ ആലിസ് പോയി അവനെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയിക്കും. എടാ മോനെ കരയില്ലടാ. ഓ എന്തടാ ഇവിടെ വന്നിട്ട് എത്ര നാളായിട്ട് അമ്മ കൊതിക്കുന്നത് മോന്റെ കൂടെ ഒരു രാത്രി കഴിച്ചു കൂട്ടണമെന്ന്. അമ്മയും മോനും മാത്രമായിട്ട്. ഓ ഓ ഓ ഓ അമ്മയുടെ മനസ്സറിഞ്ഞ് ദൈവം തന്ന നിമിഷം അടായത്. ഇനി അധിക ദിവസം അമ്മയോടെ ഉണ്ടാവില്ല. എപ്പോഴാ പോകേണ്ടി വരുമെന്നും അറിയില്ല. നിന്റെ അച്ഛൻ എപ്പോ വേണമെങ്കിലും വരുമെന്നാ കേട്ടത്. ഓ ഓ
എനിക്ക് നിന്നോട് യാത്ര പറയാനുള്ള സമയം പോലും കിട്ടുമെന്നറിയില്ല. അമ്മ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഒരിക്കലും മോനെ കണ്ടെന്നും വരില്ല. എന്നും അമ്മയുടെ മനസ്സിൽ എൻ്റെ പൊന്നുമോൻ ഇതേ പ്രായമായിരിക്കും. തിരിച്ചറിവുണ്ടാവുമ്പോൾ ഇങ്ങനൊരു അമ്മ ഉണ്ടായിരുന്ന കാര്യം മോൻ ഓർമ്മ പോലും ഉണ്ടാവില്ല. കരയില്ലേ? ഓ ബാബ കരയില്ലേ? ഓ ഉറക്കം വരാറായോ? ആ പിന്നെ ചോറൂണിന് നല്ല ദിവസം കുറിച്ചുകൊണ്ട് നടരാജൻ വന്നിരുന്നു. അപ്പോ തീയതി കുറിച്ചോ? ആ ഈ മാസം 18-ന് ഞാൻ തറവാട്ടിലേക്ക് വിളിച്ചിരുന്നു. അന്ന് കുടുംബക്ഷേത്രത്തിൽ വിശേഷപ്പെട്ട ദിവസവുമാണ്. നിരഞ്ജനെ വിളിച്ച് ചോദിക്കാതെയാണോ വിശ്വേട്ടൻ തീയതി നിശ്ചയിച്ചത്? അവളുടെ സൗകര്യം കൂടി അറിയണ്ടേ? ഞാൻ അത്ര മണ്ടനാണോ? നിരഞ്ജനോട് ചോദിച്ചിട്ടാ ഞാൻ ഡേറ്റ് ഫിക്സ് ചെയ്തത്. സുധി അവളെ അറിയിച്ചിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ അവനെ വിളിച്ചൊന്ന് വിവരം പറയണ്ടേ? ആ നീ വിളിച്ചു പറ. ഞാൻ വിളിക്കാം, പക്ഷേ വിശ്വേട്ടൻ സംസാരിക്കണം. എന്താമേ? എടാ മോനെ, നിന്റെ അച്ഛൻ്റെ ഒരു വിവരം പറയാനുണ്ട്. പറയൂ വിശ്വേട്ടാ. നിന്റെ വരവും കാത്തിരിക്കാനൊന്നും പറ്റില്ല. കുഞ്ഞിന്റെ ചോറൂണ് ഉടനെ നടത്തണം. ഞാനൊരു ദിവസം കുറിച്ചു. ഈ മാസം 18-ന് കുടുംബക്ഷേത്രത്തിൽ വെച്ചാ ചോറൂണ്. നീ വന്നിട്ട് ഗുരുവായൂർ വെച്ച് ഒന്നുകൂടെ നടത്താം. ഇപ്പൊ ഈ ചടങ്ങ് നടക്കട്ടെ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് സന്തോഷം തരുന്ന കാര്യമല്ലേ അച്ഛൻ പറയുന്നത്? ഊരും പേരും അറിയാത്ത ആർക്കോ ജനിച്ചൊരു കുഞ്ഞിന്റെ ചോറൂണ് പെരുമ്പടപ്പ് കുലദേവതയ്ക്ക് മുന്നിൽ വെച്ച് അച്ഛന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നു. സന്തോഷിക്കാൻ ഇതിൽ കൂടുതൽ എനിക്ക് എന്തു വേണോ അച്ഛാ? അതാർക്കോ പിറന്ന കുഞ്ഞല്ല, നിന്റെ കുഞ്ഞാ. നീ ഞങ്ങളുടെ മകനാണെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾക്കെന്ത് ഉറപ്പാ ഉള്ളത്? ഹോസ്പിറ്റലിൽ ഒരു അറ്റൻഡർ വിചാരിച്ചാൽ മതി എല്ലാം മാറ്റിമറിക്കാൻ. അതുപോലെ ആ കുഞ്ഞ് നിന്റേതാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. നീ എന്റെ മുന്നിൽ കൊണ്ടുവന്ന കുഞ്ഞ് നിന്റെ തന്നെ. ഇനി അതിന്റെ അച്ഛനെ അമ്മ അന്വേഷിച്ചെടുക്കേണ്ട കാര്യം എനിക്കില്ല. ഇനി ഒരു കാര്യം കൂടി എന്റെ മോൻ മനസ്സിലാക്കി വെച്ചോ. ഒരു മകനും അച്ഛനെ തോൽപ്പിക്കാൻ കഴിയില്ല. അതൊരു വലിയ സത്യമാണ്ടാ. കാലം നിനക്ക് തെളിയിച്ചു തരും. അന്നേരം അച്ഛൻ കൂടെ ഉണ്ടാവില്ല. മോനെ, ആ ഞാൻ നിന്നെ വിളിച്ചോളാം. ആ ശരി. മോൻ ഉറങ്ങി മാഡം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മോന് കോൾഡ് പിടിക്കാതിരുന്നാ മതിയായിരുന്നു. മാഡം ഇന്നലെ ടാബ്ലറ്റ് കഴിച്ചില്ലേ? കഴിച്ചു. അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. ആലിസ് ഇത് വെച്ചോ. നല്ല ചെലവ് വരും. ശമ്പളത്തിൽ കവിഞ്ഞു പറ്റിക്കൊണ്ടിരിക്കാൻ മാസശമ്പളം നോക്കിയല്ല ഞാൻ ആലിസിന് പണം തരുന്നത്. ആലിസിന്റെ ആവശ്യങ്ങൾ എൻ്റെ ഇത് കൂടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? വാങ്ങിക്ക ആലിസേ. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകരുത്. ഇല്ല മാഡം. അമ്മ കൂപ്പിട്ടീங்களா? ആലിസിനെ ടൗണിൽ കൊണ്ടുപോയി ബസ് കയറ്റി വിടാം. ശരി അമ്മ, വാങ്ങ. എന്നാ ഞാൻ പോയിട്ട് വരാം മാഡം. ഹോസ്പിറ്റലിൽ പോയവരെ ഇതുവരെ കണ്ടില്ലല്ലോ. കാലിലെ പ്ലാസ്റ്റർ മാറ്റിയ അച്ഛന് കുറച്ചൊക്കെ നടക്കായിരുന്നു. അച്ഛേച്ചി രാവിലെ തിരിക്കുമെന്നല്ലേ പറഞ്ഞത്? എന്തായാലും ഇവിടെ എത്തുമ്പോ രാത്രിയാവും. സന്ധ്യ കഴിഞ്ഞ പിന്നെ ആര്യങ്കവിന്ന് ജീപ്പും ഉണ്ടാവില്ല. ഏതായാലും അച്ഛൻ വരട്ടെ, എന്തെങ്കിലും ചെയ്യും. അശോകൻ ചേട്ടൻ ഓട്ടം പോയതാ ബുദ്ധിമുട്ടായത്.
ആ പതുക്കെ. പിടിക്കണ്ട ആശാനെ, ഞാൻ നടന്നോളാം. പ്ലാസ്റ്റർ മാറ്റിയല്ലേ അച്ഛാ? കാലിനിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ. നിങ്ങൾ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കും. അർച്ചന ഇന്ന് വരും ആശാനെ. 16-ന ഇന്റർവ്യൂ. അതെയോ? കുളത്തുപടി എത്തുമ്പോ ഇരുട്ടോ എന്തോ. ആ എന്തായാലും ആശാൻ ഒരു വണ്ടി പിടിച്ച് അതുവരെ ഒന്ന് ചെല്ലണം. അശോകൻ ഓട്ടം പോയതുകൊണ്ടാ ആശാനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ രായപ്പ? ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം. അവൾ വരുമ്പോ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും വച്ച് വിളമ്പണം. നീ അതിന് വേണ്ടതൊക്കെ ചെയ്യേ. പോരുന്ന വഴിക്ക് കുറച്ച് ചിക്കൻ കൂടി വാങ്ങായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനത് ഓർത്തില്ല. ഹോസ്റ്റലിലെ ഭക്ഷണം കഴിച്ച് അവളിപ്പം മടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞ തവണ അവൾ വന്നപ്പോൾ എല്ലാവരും ആശുപത്രിയിലായിരുന്നില്ലേ? അതിന് വിഷമിക്കൊന്നും വേണ്ട. മോനെ വിളിച്ച് ഞാൻ പറയാം. അവൻ വാങ്ങിച്ചുകൊണ്ട് വരും. എത്ര കിലോ വേണം അത് പറ. 3 കിലോ കോഴി വാങ്ങാൻ ആശാൻ അവനോട് പറ. കാശ് വന്നിട്ട് കൊടുക്കാം. ഞാൻ പറയാം. എന്നാ ഞാൻ ഇറങ്ങുക. അർച്ചന വരുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞാൽ മതി. ആ. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. എന്നാ ശരി. ആ പിന്നെ നമുക്കൊന്ന് കൂടണം. അവള് ജോലിക്ക് കയറുന്ന ദിവസം അന്ന് നമുക്കൊന്ന് ആഘോഷിക്കണം. ആയിക്കോട്ടെ. ഞങ്ങൾക്ക് വേണ്ടതേ ആ പഴയ തലയെടുപ്പുള്ള രായപ്പനെയാ. ശരി എന്നാ. ശരി ചെല്ല്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഞാൻ സ്നേഹയെ അനുഭവിച്ച ടെൻഷൻ പറഞ്ഞാൽ തീരുന്നതല്ല. സാർ എന്നോട് ക്ഷമിക്കണം. വല്ലാത്ത ടെൻഷൻ അനുഭവിച്ച സമയമായിരുന്നു എൻ്റേത്. നിങ്ങളെ കൂടി അതിലേക്ക് വലിച്ചിഴക്കണ്ടെന്ന് ഞാൻ കരുതി. വിശ്വനാഥൻ സാറിനെ പിന്നെ കണ്ടോ? കണ്ടു. അർച്ചനയെ ഇനി ഒരു വിധത്തിൽ ഉപദ്രവിക്കില്ലെന്നാ അപ്പോൾ പറഞ്ഞത്. ഇനി എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം എന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. ഇനി ഒന്നും സംഭവിക്കാനില്ല സാർ. പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അങ്ങനെ വിശ്വസിക്കാം. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അർച്ചനയെ വീട്ടിലേക്ക് തിരിച്ചയക്കണമെന്നാണ് വിശ്വനാഥ സാർ പറഞ്ഞത്. തിരിച്ചു പോരാൻ ഞാൻ തയ്യാറാണ് സർ. പക്ഷേ ഞാൻ കൂടി ഇല്ലാതെ നിരഞ്ജനയ്ക്കും മോനും അവിടെ കഴിയാൻ പറ്റില്ല. എനിക്കതറിയാം. പോണമെന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ നിരഞ്ജന സമ്മതിക്കില്ല. ഇനി അർച്ചന ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. സുധി ചിലപ്പോ തിരിച്ചു വന്നു എന്ന് വരും. അത് മനസ്സിലാക്കി അവിടെ നിന്ന് കടന്നു കളയാനുള്ള തയ്യാറെടുപ്പോടെ വേണം ഇനിയുള്ള ദിവസങ്ങൾ കഴിച്ചുകൂടാൻ. ഞാനത് ശ്രദ്ധിക്കാം സർ. അതിനു മുൻപ് ആ ജോലി കിട്ടിയാൽ മതിയായിരുന്നു. നാളെയല്ലേ ഇന്റർവ്യൂ? അതെ സർ. നന്നായി പെർഫോം ചെയ്യാൻ അർച്ചനയ്ക്ക് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്നാ ചെല്ല, കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരുന്നതല്ലേ. സാറിനെ ഒന്ന് കാണാനാണ് ഇങ്ങോട്ട് വന്നത്. നാളെ എൻ്റെ കൂടെ ആരെങ്കിലും കാണും. ആ പിന്നെ സ്നേഹ മാഡത്തോട് എൻ്റെ അന്വേഷണം പറയണം. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. താങ്ക് യു സർ. എന്നാ ചെല്ല. അല്ല സാറേ, ഈ അർച്ചന നാട്ടിലില്ലെന്നാണല്ലോ കേട്ടത്. അത് പിന്നെ അവള് ചെന്നൈയിലൊരു കമ്പനിയിലാണ്. ഇപ്പോൾ നാട്ടിലൊരു ഇന്റർവ്യൂവിന് വന്നാ. വിശ്വനാഥൻ സാറിന്റെ മകനെ അവളുടെ കുഞ്ഞിനെ വളർത്തുന്നതെന്ന് അർച്ചനയ്ക്ക് അറിയോ സാറേ? ഇല്ല. സുധി സാറും ഭാര്യയും സിംഗപ്പൂരിലാണെന്നാണ് കേട്ടത്. ഒരു കുഞ്ഞ് ജനിച്ചെന്നാ പുറത്തെ സംസാരം. തന്നോടത് ആരാ പറഞ്ഞേ? എൻ്റെ കസിൻ തോമസ് ഊട്ടിയെ ഉണ്ണിത്താ സാറിന്റെ കൂടെയാ. സ്പെഷ്യൽ ഡ്യൂട്ടിയാ. താൻ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അയാളോട് ചെന്ന് പറയരുത്. ഓ ഇല്ല സാറേ, നമുക്കിതിലെന്താ കാര്യം? മക്കളില്ലാത്തവർ കണ്ടവരുടെ കുഞ്ഞിനെ എടുത്തു വളർത്തും. എന്നാ പിന്നെ നമുക്ക് പോവാം സാറേ. വിശ്വേട്ടൻ കാര്യങ്ങൾ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? ചോറൂണ് ചെങ്ങന്നൂര് വെച്ചാവുമ്പോ 2 ദിവസം മുമ്പ് നമ്മൾ മൂന്നാറിൽ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതല്ലേ നല്ലത്? അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ എനിക്ക് ഇവിടുന്ന് മാറിയിക്കാൻ പറ്റില്ല. ആകെ ലീവ് എടുക്കാൻ പറ്റുന്നത് ചോറൂണ് ദിവസം മാത്രം. അങ്ങനെങ്കിൽ നിരഞ്ജന കുഞ്ഞിനെ കൊണ്ട് ചെങ്ങന്നൂരേക്ക് വരണ്ടേ? അവള് തനിച്ചല്ലല്ലോ, ആരീസും കൂടെ ഇല്ലേ. ഒരു ടാക്സി വിളിച്ചവര് പോരട്ടെ. എങ്കിൽ പിന്നെ ഞാനത് അവളെ വിളിച്ച് പറയാം.
ആ അമ്മേ. മോളെ നിനക്ക് മോന് സുഖം തന്നെയല്ലേ? ഇവിടെ എന്ത് സുഖക്കുറവാ അമ്മേ. മോനിപ്പോ ഉറങ്ങുക. എന്താ അമ്മ വിളിച്ചേ? അതെ, ചോറൂണിന്റെ കാര്യം പറയാനാ മോളെ. ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാമെന്നാ കരുതിയത്. പക്ഷേ വിശ്വേട്ടന് ലീവ് കിട്ടില്ല മോളെ. അത് സാരമില്ല അമ്മേ. ഞങ്ങളൊരു വണ്ടി അറേഞ്ച് ചെയ്ത് വന്നോളാം. അല്ല, ഇനിയിപ്പോ അതല്ലേ പറ്റൂ. ആലീസ് കൂടെ ഉണ്ടല്ലോ, വേണമെങ്കിൽ മോൾ അഴകേശനും കൂടെ കൂട്ടിക്കോ. ആലീസ് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക. അയ്യോ, ആണോ? അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതാ. അപ്പോ നീ മോനോട് തനിച്ചാണോ? ആരെയും ആശ്രയിച്ച് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അമ്മ. 2 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞ ആലീസ് പോയത്. ആലീസ് തിരിച്ചു വന്നില്ലെങ്കിൽ മോൾ എന്നെ വിളിക്കേ, ഞാനങ്ങ് വരാം. ശരി അമ്മ. ശരി. എന്താ ജയന്തി, ആലീസ് പോയെന്നാണോ? അവളുടെ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിന്ന്. ഓ, അവളും കുഞ്ഞിപ്പ തനിച്ചാ. ആലീസ് ഉണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അച്ചുവേച്ചി, മോളെ, അച്ചുവേച്ചി കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ട്. മനസ്സ് നിറയെ സന്തോഷല്ലേ മോളെ? മോന് സുഖമല്ലേ? ഒന്ന് കാണാനുള്ള ഭാഗ്യം മാത്രമേ ഞങ്ങക്ക് കിട്ടിയില്ല. ആ, അവന്റെ ഫോട്ടോയും വീഡിയോ എല്ലാം ഈ ഫോണിലുണ്ട്. ആ ചേച്ചി. ആ മോളെ. അയ്യോ മോളെ. കുഞ്ഞമ്മേ, അച്ചുവെച്ചി വന്നിട്ട് നീ എന്താടി പറയാത്തെ? ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നേരെ ആയുള്ളൂ. ചിറ്റപ്പൻ എവിടെ കുഞ്ഞമ്മേ? അകത്തുണ്ട്. മോളെ. അയ്യോ, ചിറ്റപ്പൻ ഇങ്ങ ഇറങ്ങിയോ? നടക്കാൻ പ്രയാസമുണ്ടോ ചിറ്റപ്പ? ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെന്ന് കരുതിയതാണോ മോളെ? ചിറ്റപ്പൻ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. എന്റെ മനസ്സ് പറഞ്ഞു ചിറ്റപ്പൻ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന്. ആ ആശുപത്രിയിൽ ഒന്നും നോക്കാതെ അശോകം കൊണ്ട് എത്തിച്ചിട്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. കൊടുത്തു തീർക്കാൻ ഇപ്പോഴും അതിന്റെ കടം കെടുപ്പില്ലേ? ജോലി കിട്ടിയാൽ അതൊരു കടമൊന്നുമല്ല. കയ്യിൽ വരുമ്പോ അത് കൊടുത്താൽ മതിയല്ലോ. അച്ചുവേച്ചി വന്ന ഡ്രസ്സ് മാറ്, ഇന്റർവ്യൂ കാർഡ് കാണണ്ടേ? വാ. അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കടി. ഉറക്കം വരുന്നു എന്റെ ഭാവിക്ക്. കിടന്നോട്ടോ. സുധിയാണല്ലോ. ഹലോ സുധി. ആലീസ് പോയതിന്റെ പിണക്കം മോനുണ്ടോ? ഞാനും അങ്ങനെ പേടിച്ചതാ. പക്ഷേ അവള് പോയതൊന്നും അവനെ ബാധിച്ചിട്ടില്ല. എന്റെ ടെൻഷൻ ഇപ്പോഴാ മാറിയത്. അവനിപ്പോ പഴയ കൈക്കുഞ്ഞൊന്നുമല്ല. അമ്മയും ജോലിക്കാരെയും തിരിച്ചറിയാനൊക്കെ എന്റെ മോന് നന്നായിട്ട് അറിയാം. ഇനി ആലീസ് പോയാലും മോന്റെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനൊരു മാറ്റം നല്ലതാ. പിന്നെ ആലീസിന്റെ അപ്പച്ചനാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യന്റാ. എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അവൾ അതിന്റെ പേരിൽ പോയാൽ പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാവില്ല. എനിക്കും അതറിയാം. അനീത്തി മാത്രമല്ലേ ഉള്ളൂ അവക്ക്. പിന്നെ സുധി എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഒരു മറുപടിയും ആകാശിനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിൽക്കില്ലെന്ന് അവനും ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാം സുധിയുടെ ഇഷ്ടം. പിന്നെ നാളെ എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി. അമ്മയൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാ. അച്ഛൻ വന്നാലും പിറ്റേന്ന് തന്നെ പോവും. അല്ല, അതിനു മുമ്പ് ആലീസ് എത്തില്ലേ? എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പലരെ ആശ്രയിച്ചുള്ള ജീവിതമായി പോയില്ലേ എന്റേത്. എന്നാ ശരി, നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ് നിരഞ്ജന.